കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുസ്മിതയുടെ കല്യാണം മുടങ്ങിയതിന് നീ എങ്ങനെ കാരണക്കാരിയാവും സത്യഭാമേ? വിഷ്ണു സുസ്മിതയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് വാക്ക് നൽകിയത് ഞാനാ. അത് വിശ്വസിച്ച സുസ്മിത കല്യാണ മണ്ഡപത്തിലേക്ക് ഒരുങ്ങി ഇറങ്ങി വന്നത്. അത് കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാ. പക്ഷേ അതിനു മുൻപ് നിനക്ക് നിന്റെ മനസ്സ് കാണാമായിരുന്നു. അമ്മയെ ദൈവമായി ആരാധിക്കുന്നവൻ, അമ്മയെന്ന് നെഞ്ചിൽ പച്ച കുത്തിയവൻ, അവന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നീ ഒരു തോൽവിയാണ് സത്യഭാമേ, ലോക തോൽവി. ഞാൻ അവരോട് ചോദിച്ചതാ. ചോദിക്കാതെ അറിയണം, അതാണ് അമ്മ. വിഷ്ണുവിന്റെ ഉള്ളിൽ എന്നും ശാലിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കാതെ നീ സുസ്മിതയ്ക്ക് വാക്ക് കൊടുത്തത് ആദ്യത്തെ തെറ്റ്. വിഷ്ണു ശാലിനിയെ വിവാഹം കഴിച്ച ശേഷവും സുസ്മിതയെ കൂടി കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത് അതിലും വലിയ തെറ്റ്. അത് ശാലിനി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അവിടെയും നീ തോറ്റു സത്യഭാമേ. മകന്റെ മാത്രമല്ല, മകളുടെ മനസ്സ് നീ കണ്ടില്ല. ഗർഭിണിയാണെന്ന് തുറന്നു പറയാൻ പ്രീതി ഭയന്നു. സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞു വയറ്റിലുണ്ടെന്ന് ഒരമ്മയോട് പറയാൻ ഒരു പെൺകുട്ടി ഭയന്നു എന്ന് പറഞ്ഞ അവരുടെയൊക്കെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണ് സത്യഭാമേ? ഞാൻ അങ്ങനെയൊന്നും നിന്റെ മനസ്സിൽ എന്താണെന്ന് നിന്റെ മക്കൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരമ്മയുടെ തോൽവി തന്നെയാണ് സത്യഭാമേ. അമ്മയെന്ന് മാത്രമല്ല, ഒരു ഭാര്യ എന്ന നിലയിലും നീ പരാജയപ്പെട്ടു സത്യഭാമേ. എല്ലാം മനസ്സിലാക്കിയിട്ടും നിന്റെ ഭർത്താവ് പോലും നിന്നോട് സത്യം പറയാതിരുന്നത് എന്താ? നീ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. സുസ്മിത പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം. ഇപ്പൊ നിനക്ക് സ്വന്തമായി കണ്ണോ കാതോ ഒന്നുമില്ല. സുസ്മിത കാണുന്നതേ നീ കാണൂ, സുസ്മിത കേൾക്കുന്നതേ നീ കേൾക്കൂ. സുസ്മിതയുടെ തലച്ചോറ് വെച്ചാ നീ ഇപ്പൊ ചിന്തിക്കുന്നത്. നിന്റെ നാവ് പോലും സുസ്മിതയുടെ അടുത്ത് നിന്ന് കടമെടുക്കുന്നതാ. നീ എന്തോ പറഞ്ഞു വരുന്നത്? നിനക്ക് ഭർത്താവും മക്കളുമായുള്ള ബന്ധത്തിനിടെ ഇപ്പോഴൊരു മറയുണ്ട്. ആ മറയുടെ പേരാ സുസ്മിത. നിന്റെ ഭർത്താവോ മക്കളോ അല്ല നാട്ടുകാർക്ക് മുന്നിൽ നിന്നെ നാണം കെടുത്തിയത്. നിന്റെ പ്രിയ തോഴിയുടെ മകൾ തന്നെ. നിർത്ത, എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ കണ്ണടച്ചിരിട്ടാക്കി കളയല്ലേ സത്യഭാമേ. ഇനി ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ സത്യഭാമ തകർന്ന് തരിപ്പണമാവും. നാട്ടുകാരുടെ പരാതികളും പരിദേവനങ്ങളും തീർപ്പാക്കുന്നവൾക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അറിയില്ലെന്ന് ആൾക്കാർ പഴി പറഞ്ഞ് ചിരിക്കും. നിർത്താനാ ഞാൻ പറഞ്ഞത്. നിക്ക്, ഇതുകൂടി കേട്ടോ. നിന്നെ മുന്നിൽ നിർത്തി സുസ്മിത യുദ്ധം ചെയ്യുന്നത് ശാലിനിയോടാ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി വിഷ്ണുവിനെ സ്വന്തമാക്കാൻ. പലവട്ടം അവൾ അതിൽ തോറ്റു. സത്യവും നീതിയും ശാലിനിയുടെ പക്ഷത്തായതുകൊണ്ട് സുസ്മിതയോ നീയോ ജയിക്കാൻ പോകുന്നില്ല സത്യഭാമേ. നിർത്താൻ പറഞ്ഞതിൽ മാറ്റമില്ല. ശാലിനിയെ നീ ജയിക്കാൻ പോകുന്നില്ല. നിർത്ത, ഒരിക്കലും നിർത്താൻ. നിർത്താൻ. അമ്മേ, അമ്മേ, സത്യമേ, അമ്മേ, അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മ വാതിൽ തുറന്നേ. അമ്മേ, സത്യമേ, അമ്മ മുറി അടച്ചിട്ടിരിക്കല്ലേ?
അവളെന്തായാലും കടുങ്കൈ. അമ്മ വാതിൽ തുറന്നേ. അമ്മ വാതിൽ തുറക്കമ്മേ. സത്യമേ. അമ്മേ. അമ്മേ, അമ്മ ഞാനാ വിളിക്കുന്നത് വാതിൽ തുറക്കാൻ. സത്യമേ. അമ്മ വാതിൽ തുറക്കമ്മേ. അമ്മേ, അമ്മേ. അമ്മ വാതിൽ തുറക്ക്. അമ്മ ഞാൻ ചവിട്ടി പൊടിക്കുക വാതിൽ തുറക്കാൻ. അമ്മേ, വാതിൽ തുറക്ക്. അമ്മേ. അമ്മ ഞാൻ സത്യമായിട്ട് ചവിട്ടി പൊടിക്കും. അമ്മ നീ മാറിന്നേ. അമ്മ സത്യമേ വാതിൽ തുറക്ക്. അമ്മ എന്താ സത്യഭാമ ജീവൻ ഒടുക്കിന്ന് കരുതിയോ എല്ലാരും? അമ്മ എടാ, അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. എനിക്ക് നേരിട്ട അപമാനത്തിന് പലിശ അടക്കം പകരം വീട്ടിയിട്ടെ ഈ സത്യഭാമ പോകും. എന്റെ അമ്മ, അമ്മയ്ക്ക് എന്ത് അപമാനം നേരിട്ടെന്നാ? ആർക്കെങ്കിലും മുന്നിൽ വിശദീകരണം നൽകുകയോ അത് ബോധ്യപ്പെടുത്തുകയോ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എന്നാലും ഞാൻ പറയുക, മറ്റുള്ളവരെയൊക്കെ വിഡ്ഢികളാക്കി ഇവളാടിയ നാടകം. അതുകൊണ്ട് ഈ സത്യഭാമയ്ക്കും കുടുംബത്തിനും നാട്ടുകാര് പട്ടുമളയും സമ്മാനിക്കുന്നാണോ നീ കരുതിയിരിക്കുന്നത്? 100 തലമുറ തേച്ചാലും കുളിച്ചാലും പോലെടാ ഈ നാണക്കേട്. സ്വന്തം മകൾക്ക് അവളുടെ ഭർത്താവിന്റെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുമ്പോ അതിന്റെ ജീവൻ എടുക്കുന്ന രക്തയക്ഷി ഈ സത്യഭാമ. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പുറത്തു നിന്നൊരു മാലാഖ പറന്നെത്തിയിരിക്കുന്നു. പാണന്റെ പാട്ട് പോലെ പാടി നടക്കാൻ നല്ല രസമുള്ള സംഭവങ്ങളല്ലേ ഇതൊക്കെ? രാഘവേട്ടനും അതിന് കൂട്ടുനിന്നു. അമ്മ, എനിക്ക് വേണ്ടിട്ടല്ലേ ശാലിനി? നിനക്ക് വേണ്ടി അല്ലേ? എടി, ഇത്രയും കാലം നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ആരാ നിനക്കൊരു താങ്ങായി കൂട്ടുനിന്നത്? പ്രസവിച്ച് പാലൂട്ടി വളർത്തി ഇത്രയും കരക്കെത്തിച്ചത് ആരാ? ഈ നിൽക്കുന്ന ഇവളാണോ? ആണോന്ന്? നിനക്കിത് എന്നോട് പറയായിരുന്നു പ്രീതി. മിടുക്കി എവള്, മിടുമിടുക്കി. മറ്റുള്ളവരിൽ നിന്നെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ച് എല്ലാം സമർത്ഥമായി നടപ്പിലാക്കിയില്ലേ നീ? അമ്മ, അമ്മ ഇത് കേക്ക്. അമ്മ, ശാലി എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായിടാ? എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണെന്നും പറഞ്ഞ് മേനി നടിക്കുന്നുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം. ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ പോലും നീ അവളെ വിശ്വസിച്ചു. പകരം ഇവൾക്ക് നിന്നെ വിശ്വാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടാ? ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് മുൻപിലെങ്കിലും ഇവൾ ഈ സത്യം തുറന്നു പറയില്ലായിരുന്നോ? പകരം നീ ഒരു വിഡ്ഢിയായി, നാട്ടുകാരുടെ മുന്നിൽ പരിഹാസ പാത്രമായി. അയ്യോ, നീ മാത്രമല്ല, ഈ കുടുംബം മുഴുവൻ. അതിനെന്തെങ്കിലും സമാധാനം ബോധിപ്പിക്കാനുണ്ടോ ഇവൾക്ക്? ഉണ്ടോടി? സത്യമേ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ കാലം അതിന് മറുപടി നൽകും. സത്യമേ, സത്യഭാമയുടെ കാലത്തിന് ഇന്നലെയും നാളെയും ഇല്ല, ഇന്നും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. സത്യമേ, സത്യമയ്ക്ക് ഞാൻ ചെയ്തത് ഇപ്പോഴും തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഞാൻ മാപ്പ് ചോദിക്കാം. അമ്മ, അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്? മിണ്ടരുത്, മിണ്ടിപ്പോകരുത് ഒരാളും. ഇവള് മാപ്പ് പറഞ്ഞ് തിരിച്ചു കിട്ടോ ഈ സത്യഭാമയുടെ കുടുംബത്തിന് നഷ്ടമായ മാനാഭിമാനം?
അതിനെ മാനം എന്താണെന്ന് അറിയണം. ഒരു ചായക്കടക്കാരിയായ നിനക്ക് അത് സാധിക്കണമെന്നില്ല. അവർക്കൊക്കെ ഗർഭമുണ്ടെന്ന് പറഞ്ഞ മറച്ചു മൂടിയും വെക്കേണ്ടതാ. അത് സ്വന്തം ഭർത്താവിൽ നിന്നായാലും. ഇവിടെ അത് സത്യഭാമയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതാ. അതാണ് ഈ വ്യത്യാസം. അതെ, ഇവൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലടാ. ഞാൻ പറയുന്നു ഒന്ന്. കടന്നു പോടാ പുറത്ത്. എനിക്ക് കാണണ്ട ഒരാളെ. അമ്മ ഞാനല്ലേ പറയുന്നു ഒന്ന് പോകാൻ. പോടാ. എടി, ഇത്രയും കാലം നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ആരാ നിനക്കൊരു താങ്ങായി കൂട്ടി നിന്നത്? പ്രസവിച്ചു പാലൂട്ടി വളർത്തി ഇത്രയും കരക്കെത്തിച്ചത് ആരാ? നിനക്കിത് എന്നോട് പറയായിരുന്നു പ്രീതി. പ്രീതി, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന? ഒന്നുമില്ല ശാലിനി. കഴിഞ്ഞു പോയതൊക്കെ മനസ്സിലിട്ട് ചുട്ടുപഴുപ്പിക്കുകയാണോ? നോക്ക്, അത് കഴിഞ്ഞില്ലേ, വിട്ടുകളാ. അമ്മ എന്നോട് ക്ഷമിക്കൂ ശാലിനി. ക്ഷമിക്കാൻ പ്രീതി എന്ത് തെറ്റ് ചെയ്തു? അമ്മയോട് ഞാൻ നുണ പറഞ്ഞില്ലേ? നുണ പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് നല്ലതിന് വേണ്ടിയല്ലേ? എന്നാലും വെറുതെ മനസ്സ് വിഷമിപ്പിച്ച് ആരോഗ്യം കളയല്ലേ പ്രീതി. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കൊന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ല ശാലിനി. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ സമയത്തെ വിശന്നിരിക്കാൻ പാടില്ല, എന്ത് സങ്കടം ഉണ്ടായാലും. വാവയ്ക്ക് അതിന്റെ കേട്. വന്നേ, ആദ്യം അച്ഛനും സത്യാമ്മയ്ക്കും ആഹാരം കൊടുക്കാം. ഞാനോ? ആ, അവരും ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കാദ്യം അവർക്ക് കൊടുക്കാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ശാലിനി, ഞാൻ വരാനാ പറഞ്ഞേ. വാ 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 വാ.
ഇവിടെ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അച്ഛനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. പ്രീതി, അമ്മയ്ക്ക് കൊടുക്ക്, ഞാൻ അച്ഛന് കൊടുക്കാം. കഴിക്കും. എനിക്ക് വിശപ്പില്ല മോളെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാച്ചാ? മരുന്ന് കഴിക്കേണ്ടതല്ലേ? കുറച്ചെങ്കിലും കഴിക്കേ. ഭക്ഷണത്തിനോട് എന്തിനാ വാശി കാണിക്കുന്നത്? നിങ്ങൾ മുതിർന്നവര് കഴിക്കാതിരുന്ന ബാക്കിയുള്ളവരും കഴിക്കില്ല. ദേ, നിറച്ച് ഭക്ഷണം കഴിച്ച് മനസ്സ് ശാന്തമായിട്ട് വേണം കിടന്നുറങ്ങാൻ. ഓരോന്നാലോചിച്ച് പെരുപ്പിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് എന്തിനെങ്കിലും പരിഹാരമാവോ? മതി മോളെ, മതി, ഇന്നിത്ര മതി. അമ്മയ്ക്ക് ഇതുവരെ കൊടുത്തില്ലേ? ഞാൻ കൊടുക്കാം. അമ്മേ, ഭക്ഷണം കഴിക്കാമോ? സംഭവിച്ചത് എന്തായാലും നല്ലതിന് തന്നെയല്ലേ അമ്മേ? അമ്മയും ഒരു പേരക്കുഞ്ഞിനെ ആഗ്രഹിച്ചതല്ലേ? ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് അമ്മയും ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ടടി നിന്റെ ഉപദേശം ഊട്ടുവന്നു. എന്താ അമ്മയെ കാട്ടി? നീ ആരടി എന്നോട് ചോദിക്കാൻ? ഇവിടെ കണ്ട് നീ പഠിക്കുക. സമ്മതിച്ചു തരാൻ പോകുന്നില്ലേ സത്യഭാമ? സത്യമ്മയ്ക്ക് എന്നോടല്ലേ ദേഷ്യം? പ്രീതി എന്തിനാ വഴക്ക് പറയുന്നത്? ആരോട് എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. കൂടെ നിന്ന് ചതിച്ചവളാ ഇവള്. അമ്മ വിളിക്കരുത് നീ എന്നെ അങ്ങനെ. വിളിക്കരുത്. അമ്മ എന്നൊരു ബോധം ഇവൾക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സുസ്മിതയുമായി വിഷ്ണുവിന്റെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്തെങ്കിലും എന്നോടൊരു വാക്ക് പറയുമായിരുന്നു. എങ്കിൽ ഈ മാനക്കേട് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. സുസ്മിതയ്ക്കുണ്ടായ അപമാനം അതിനാര് സമാധാനം പറയും? സത്യഭാമിയുടെ വാക്കാ തെറ്റിയത്. ഒന്നല്ല, 2 വട്ടം. അതിന് കാരണക്കാരാരായാലും ക്ഷമിക്കില്ല സത്യഭാമ, ജീവനുള്ള കാലത്തോളം. അമ്മ കടന്നു പോകാൻ പറ രാഘവേട്ട, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളി ഞാൻ രണ്ടുപേരെയും. മക്കളെ, നിങ്ങളിപ്പോ പോ. ഇനിയും എന്നാണോ ഭാമ അവളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നത്?